മഹദി ഫാത്തിമാന്റെ ജനാസ കൊണ്ടുപോയത് 4 പേരാണ്. ഒന്ന് അബൂദർ തങ്ങളാണ് റളിയല്ലാഹു അൻഹു, 2 ഹസനാണ്, 3 ഹുസൈനാണ്, 4ാമത്തത് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ്. മയ്യത്ത് കഫംപുടവയിൽ പൊതിഞ്ഞു. 6 കാലുള്ള മയ്യത്ത് കട്ടിലിൽ കയറ്റിയിട്ട് ജന്നത്തുൽ ബഖീഇന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകാണ്. അങ്ങനെ ഫാത്തിമായ്ക്ക് വേണ്ടി കുഴിച്ചിട്ട ഖബറിന്റെ മുകളിൽ ഫാത്തിമാന്റെ വെള്ള കഫംപുടവയിൽ പൊതിഞ്ഞ ജനാസ ആ മയ്യത്ത് കട്ടിലിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടത്തിയിരിക്കുന്നു. അബൂദറുൽ ഗഫാരി തങ്ങളെ ഖബറിൽ ഇറങ്ങി. ഫാത്തിമാനെ അടക്കം ചെയ്യാനുള്ള ഖബറിൽ ഇറങ്ങിയിട്ട് ആ ഖബറിനകത്തുള്ള മണ്ണും കല്ലൊക്കെ ശരിപ്പെടുത്തിയിട്ട് മുഅ്മിനേ ഖബറിന്റെ മുകളിലേക്ക് കയറി നിന്നിട്ട് അബൂദർ തങ്ങളെ ഖബറിലേക്ക് നോക്കിയിട്ട് മനുഷ്യനോട് സംസാരിക്കുന്നത് പോലെ ആ ഖബറിനോട് പറയുവാണ്, യാ ഖബർ അത്തദ്രി മനില്ലതി ജഇനാ ബിഹാ. ഓ ഖബറേ, നിന്റെ മാർവിടത്തിലേക്ക് കിടക്കാൻ വരുന്നത്, നിന്റെ മടിത്തട്ടിലേക്ക് ചേരാനിരിക്കുന്നത് ആരുടെ മയ്യത്താണെന്നറിയോ? ഈ നീണ്ടു നിവർന്ന് കഫംപുടവ കൊണ്ട് പൊതിഞ്ഞു കിടക്കുന്ന മയ്യത്ത് ആരുടെ മയ്യത്താണെന്നറിയോ? ഫാത്തിമത്തു സഹറ, റസൂലുള്ളാഹിന്റെ കരളിന്റെ കഷ്ണമായ പുന്നാര നബി തങ്ങളുടെ സ്നേഹനിധിയായ മഹദി ഫാത്തിമ. ഫാത്തിമാന്റെ ജനാസയെ കൊണ്ടുവന്നിരിക്കുന്നത് തീർന്നില്ല. ഹസന്റെയും ഹുസൈനിന്റെയും ഉമ്മയാണ് കിടക്കുന്നത്, അതേ അമ്പരച്ചുംബികളം പോലെ ആകാശം മുറ്റി നിൽക്കുന്ന അതിമനോഹരമായ 10 കോട്ടകളങ്ങളെ ഇസ്ലാമിന്റെ പരിധിയിൽപ്പെടുത്തിയിട്ട് നായിലാ കോട്ടയുടെ മുകളിൽ ഇസ്ലാമിന്റെ വെണ്ണി പതാക പാറിപ്പറപ്പിച്ച ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ 4ാമത്തെ ഖലീഫ ഹബീബായ നബി തങ്ങളുടെ സ്നേഹനിധിയായ പ്രിയപ്പെട്ട സ്വഹാബി സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ജനാസയെ കൊണ്ടുവന്നിരിക്കുന്നത്. നിനക്കൊരു സ്വഭാവമുണ്ട്, ഏത് മയ്യത്ത് നിന്റെ മടിത്തട്ടിലേക്ക് വന്നാലും ഒരു ചേർത്ത് പിടിക്കുന്ന സ്വഭാവം, അണച്ചുകൂട്ടുന്ന ഒരു സ്വഭാവം, വാരിയല്ലുകളെ പരസ്പരം ഓർക്കപ്പെടുന്ന രൂപത്തിൽ വേദനിപ്പിക്കുന്ന ഒരു സ്വഭാവം നിനക്കുണ്ട്. ചെയ്യരുത്. ഇത് റസൂലുള്ളാഹിന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമാന്റെ ജനാസയാ. വേദനിപ്പിക്കല്ലേ, ഒരിക്കലും വിഷമിപ്പിക്കരുതേ. പറഞ്ഞു തീരുമ്പോഴേക്ക് ഖബറിന്റെ അടിത്തട്ടിൽ നിന്നൊരു ഡിജിറ്റൽ സൗണ്ടാ, പേടിപ്പെടുത്തുന്ന ശബ്ദം. ഖബറിന്റെ അടിത്തട്ടിൽ നിന്നൊരു ശബ്ദം. ഓ ജനങ്ങളെ, തറവാടിത്തം പറഞ്ഞെന്നെ മെരക്കണ്ട, കുലമഹിമ പറഞ്ഞുകൊണ്ട് എന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കണ്ട. ആരുടെ മകളാണെന്ന് എന്നോട് പറയണ്ട, ആരുടെ ഭാര്യയാണെന്ന് എനിക്ക് അറിയണ്ട, ആരുടെ ഉമ്മമാരാണെന്ന് എനിക്ക് പറയണ്ട. മറിച്ച് എന്റെ മുമ്പിൽ എനിക്കറിയാനുള്ളത്, ഞാൻ പരിഗണിക്കുന്നത് സ്വാലിഹായ സൽക്കർമ്മമുണ്ടോ, ദുനിയാവിൽ വെച്ച് നന്മ ചെയ്തിട്ടുണ്ടോ, ദുനിയാവിൽ വെച്ച് ഇബാദത്ത് ചെയ്തിട്ടുണ്ടോ, ദുനിയാവിൽ വെച്ച് സൽക്കർമ്മം ചെയ്തിട്ടുണ്ടോ, ദുനിയാവിൽ വെച്ച് നിസ്കാരക്കുപ്പായം വാങ്ങിച്ചിട്ടുണ്ടോ, അല്ലാഹു പൊരുത്തപ്പെടുന്ന ജാരിയായ സദഖ കൊടുത്തിട്ടുണ്ടോ? ആരാണ് ദുനിയാവിൽ വെച്ച് സൽക്കർമ്മങ്ങൾ ചെയ്തത് അവർക്കാണ് രക്ഷ, അവർക്കാണ് സുരക്ഷ, അവർക്കാണ് സമാധാനം, അവർക്കാണ് സമാധാനം, അവർക്കാണ് സമാധാനം. ഇത് വിളിച്ചു പറയുന്നത് മനുഷ്യനല്ല, മറിച്ച് നമ്മളൊക്കെ പോയി കിടക്കേണ്ട വീടാണ്. ആ വീട് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. അമാന ബൈത്തുൽ ഖുർബ, അന ബൈത്തുൽ വഹദ, അന ബൈത്തുൽ തുറാബ്, അന ബൈത്തുൽ ദൂദ്, അന ബൈത്തുൽ ഖുബൂർ. ആ
ഖബർ നാളെ നമ്മളെ കൊണ്ടുപോയി മരണപ്പെട്ട് മയ്യത്തടക്കം ചെയ്ത് മൂട് പലകകൾ വെച്ച് മൂടുകല്ലുകൾ വെച്ച് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ എന്ന് പറഞ്ഞു 3 പിടി മണ്ണും വാരിയിട്ട് കൂടെയുള്ളവരും കൂടപ്പറപ്പുകളും കുഞ്ഞുമക്കളും പിരിഞ്ഞു പോന്നാൽ ആ ഖബറിൽ വെച്ച് മനുഷ്യൻ വേവലാതിപ്പെടും. റബ്ബേ ഞാനിപ്പോ എവിടെ ഞാൻ എവിടെ ഇപ്പൊ കിടക്കുന്നത്? ഇരുട്ടാണ്, ചിതലും പുഴുകളും താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണു പരസ്പരം തിന്നുന്നതിൽ ഫേസ് വാഷ് ഇട്ട് കവിള് തുടിപ്പിച്ച പെണ്ണേ, ലിപ്സ്റ്റിക് ഇട്ട് ചുണ്ട് ചുമപ്പിച്ച പെണ്ണേ, ഐലൈനർ കൊണ്ട് കാജാ കൺമഷി കൊണ്ട് കണ്ണെഴുതിയ പെണ്ണേ, മരണ വീട്ടിലേക്ക് പോകുമ്പോ പോലും സൗന്ദര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്ന പെണ്ണേ, ആ ഖബർ നമ്മോട് പറയടോ എന്നെ കുറിച്ച് നിനക്കറിയൂലേ? ഞാനാണ് വഹദത്തിന്റെ വീട്, നിന്നെ ഒറ്റപ്പെടുത്തുന്ന വീട്. ഇവിടെ നിന്റെ കുഞ്ഞുമക്കളില്ല, ഇവിടെ കൂട്ടുകുടുംബമില്ല, ഇവിടെ സഹായിക്കാനില്ല, ഇവിടെ വാഹനമില്ല, ഇവിടെ എയർ കണ്ടീഷൻ ഇല്ല, ഇവിടെ വെള്ളപ്പിന്റെ ബെഡില്ല, ഇവിടെ ഡ്യൂറോഫ്ലെക്സിന്റെ കട്ടിലില്ല, ഒരു സംവിധാനങ്ങളും ഇല്ലാത്ത ഈ ഇരുത്തറ നീ കേട്ടിട്ടുണ്ടോ? ഞാനാണ് വിരലുകൾക്ക് വള്ളിച്ച വെലുവെളുത്ത പുഴുക്കള് നിന്റെ ശരീരത്തുള്ള നിന്റെ ചുണ്ടുകളും നിന്റെ കവിളുകളും കാർന്നൂർന്ന് തിന്നുന്ന പുഴുക്കളുള്ള വീടാണല്ലോ ഞാന്, പുഴുക്കളുള്ള വീടാണടി ഞാന് എന്ന് ഖബർ വിളിച്ചു പറയുന്ന ഒരു ദിവസമുണ്ടെന്ന് കളവിന്റെ വാഞ്ചന പോലും ലോകത്തിൽ നിന്ന് ഉരുവിടാത്ത, കളവിന്റെ ഒരക്ഷരം പോലും വായിൽ ഉരുവിടാത്ത എല്ലാ റഹ്മത്തിന്റെയും അനുഗ്രഹമായ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി.